ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. നമ്മൾ നീല വെള്ള റേഷൻ കാർഡുള്ള ആളുകൾക്ക് സ്പെഷ്യൽ അരി ഉണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോ ചെയ്തിരുന്നല്ലോ. അതായത് ബജറ്റിൽ പ്രഖ്യാപിച്ച കാര്യമാണ്. ആ ഒരു അരി എന്ന് വിതരണം ചെയ്യും എന്ന് വിതരണം ചെയ്ത് തുടങ്ങും എന്നുള്ള ചോദ്യത്തിന് മറുപടിയായിട്ട് ഒരു വീഡിയോ ചെയ്തിരുന്നു. നമ്മൾ ആ വീഡിയോയിൽ പറഞ്ഞിരുന്നത് ഫെബ്രുവരി മാസം വിതരണം ചെയ്യും, ഇത് തുടങ്ങും എന്നാണ്. പക്ഷേ അതിനൊരു അവ്യക്തതയാണ് ഇപ്പോൾ ധനമന്ത്രിയുടെ ഒരു പ്രഖ്യാപനത്തിലൂടെ വന്നിരിക്കുന്നത്. ധനമന്ത്രി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് വിഷു കൈനീട്ടമായിട്ട് നിരവധി ആനുകൂല്യങ്ങൾ നൽകും. ആ ഒരു ആനുകൂല്യങ്ങൾ എണ്ണിപ്പറഞ്ഞ കൂട്ടത്തിൽ ഈ ഒരു 10 കിലോ അരി സ്പെഷ്യലായിട്ട് എടുത്തു പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സംശയിക്കുകയാണ്, ഏപ്രിൽ 14 തീയതിയുള്ള വിഷുവിന് വിഷു കൈനീട്ടമായിട്ട് നൽകുന്ന 1600 രൂപ, അതുപോലെ തന്നെ വിഷു കിറ്റ്, അതിന്റെ കൂട്ടത്തിൽ വെള്ള നീല കാർഡുകാർക്ക് 10 കിലോ സ്പെഷ്യൽ അരി പറഞ്ഞപ്പോൾ ഫെബ്രുവരിയിലും മാർച്ചിലും ആ ഒരു അരി കിട്ടുകയില്ല എന്നുള്ളൊരു സംശയമാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. അത് വളരെയധികം സങ്കടകരമായിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം ഈ ഒരു കോവിഡ് വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് നൽകാതെ ഇലക്ഷൻ സമയത്തേക്ക് ഈ ഒരു അരി നീട്ടിവെക്കുന്നത് ജനങ്ങൾ തെറ്റിദ്ധരിക്കുന്നതിൽ ജനങ്ങളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. വിമർശനങ്ങൾ വരുമ്പോൾ അതിന് കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല എന്നുള്ളത് ഇപ്പോൾ തന്നെ ഓർമ്മിപ്പിക്കുകയാണ്. അതുകൊണ്ട് ഈ ഒരു ബുദ്ധിമുട്ടുന്ന ജനവിഭാഗത്തിന് അരിയുടെ ലഭ്യത കുറവുകൊണ്ട് വളരെയധികം കഷ്ടപ്പെടുന്ന ആളുകളാണ് നീല വെള്ള കാർഡുകാർ, പ്രത്യേകിച്ച് വെള്ള കാർഡുകാർ. കാരണം വാടക വീട്ടിലായാലും രോഗികളുള്ള വീട്ടിലായാലും പുതിയ കാർഡ് ഉണ്ടാക്കുമ്പോൾ വെള്ള കാർഡാണ് കിട്ടുക. അവർക്ക് ലഭിക്കുന്നത് 4 കിലോ അരി 10 രൂപ 90 പൈസ നിരക്കിൽ മാക്സിമം ലഭിക്കുന്നത് 4 കിലോ അരി. അവർക്ക് ഒരു 10 കിലോ അരിയും കൂടി സ്പെഷ്യലായിട്ട് ലഭിക്കുക എന്നുള്ളത് വളരെ അധികം ആശ്വാസം നൽകുന്ന കാര്യമാണ്. അത് ഇലക്ഷൻ മാസത്തിലേക്ക് നീട്ടിവെക്കാതെ ഈ ഒരു ഫെബ്രുവരിയിൽ തന്നെ വിതരണം തുടങ്ങണമെന്നാണ് അധികൃതരോട് ആവശ്യപ്പെടാനുള്ളത്. വിഷുവിന് മുമ്പ് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ഫെബ്രുവരിയിൽ തുടങ്ങിയേക്കാം. അങ്ങനെയാണെങ്കിൽ യാതൊരു പ്രശ്നമില്ല. ഞാൻ ഈ പറയുന്നതൊക്കെ തിരിച്ചെടുക്കും. കാരണം വളരെയധികം സന്തോഷമുള്ള കാര്യമാണ്. സർക്കാർ ചെയ്യുന്ന നല്ല പ്രവൃത്തികളാണ് എന്ന് തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ജനങ്ങൾക്ക് അംഗീകരിക്കാൻ കഴിയാത്ത കാര്യങ്ങൾ നമ്മൾ വിമർശിച്ചിട്ടുണ്ട്. നമ്മൾ നിൽക്കുന്നത് ജനങ്ങളോടൊപ്പമാണ്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഈ ഒരു ജനങ്ങളുടെ ആശ്വാസത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ ഈ ഒരു 10 കിലോ അരി അധികമായി ഇപ്പോൾ തന്നെ നൽകുകയാണെങ്കിൽ അതിന്റെ ഗുണം ഈ ഒരു സർക്കാരിന് തീർച്ചയായിട്ടും തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകും. നേരെ മറിച്ച് അത് ആ ഒരു ഇലക്ഷൻ മാസത്തിലേക്ക് മാറ്റിവെക്കുകയാണെങ്കിൽ ഈ ജനങ്ങളെല്ലാം പ്രബുദ്ധരാണ് എന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും പറഞ്ഞ കാര്യങ്ങളെല്ലാം ജനങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് കരുതുന്നു. ഈ ഒരു വീഡിയോ അധികൃതരിലേക്ക് എത്താൻ വേണ്ടിയിട്ടും നമുക്ക് ഈ അരി അനുവദിച്ച് കിട്ടാൻ വേണ്ടിയിട്ടും തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക. കൂടുതൽ ആളുകളിലേക്ക് എത്താൻ വേണ്ടി ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. ഇതുപോലുള്ള റേഷൻ വിവരങ്ങളും ഇൻഫോർമേറ്റീവ് വിവരങ്ങളും ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഇതുവരേക്കും